നമസ്കാരം. കഴിഞ്ഞ വർഷം മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ പോലീസ് ചികിത്സയ്ക്കെത്തിച്ച പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തുന്നത്. ആശുപത്രിയിൽ വെച്ച് കത്രിക കൊണ്ട് പ്രതി ഡോക്ടറെയും പോലീസുകാരെയും എല്ലാം ആക്രമിച്ചു. കഴുത്തിലും നെഞ്ചിലും 20-ലധികം തവണ കുത്തേറ്റ വന്ദനയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനാവാതിരുന്നപ്പോൾ അത് കേരളത്തിന് ആഴത്തിലുള്ള മുറിവായി. ആരോഗ്യമേഖലയിൽ ജോലിസ്ഥലത്ത് ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഡോക്ടർമാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ നിസ്സഹായാവസ്ഥ പലതവണ പ്രതിഷേധ സമരങ്ങൾക്ക് കളമൊരുക്കിയതും ഈ കേരളം കണ്ടതാണ്. ഡോക്ടർ വന്ദനയുടെ കൊലപാതകം കഴിഞ്ഞ് 4 മാസത്തിനു ശേഷമാണ് ആശുപത്രി സംരക്ഷണ ബിൽ പാസ്സാകുന്നത്. വന്ദന കൊലക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുന്ന വന്ദനയുടെ കുടുംബം ഇന്ന് ആരോപിച്ചിരിക്കുന്നു, ഇതേ ആശുപത്രി സംരക്ഷണ ബിൽ പാസ്സാകാൻ മകളെ രക്തസാക്ഷിയാക്കിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തുന്നത് പല ചോദ്യങ്ങളാണ്. IMAക്ക് ഇതിൽ പങ്കുണ്ടോ? ഡോക്ടർമാരും പോലീസും വന്ദന കൊലക്കേസിൽ പ്രതികളാകേണ്ടതാണോ? സർക്കാർ CBI അന്വേഷണത്തെ എതിർക്കുന്നത് ദുരൂഹത മറച്ചുപിടിക്കാനാണോ? മന്ത്രിമാർ വീട്ടിലെത്തിയത് വന്ദനയുടെ അച്ഛനും അമ്മയും ഒന്നും തുറന്ന് പറയാതിരിക്കാനാണോ? എന്തുകൊണ്ടാണ് നീതി നിഷേധിക്കപ്പെട്ടെന്ന് ഒരു കുടുംബം വാവിട്ട് ആവർത്തിച്ചു പറയുന്നത്? ഉത്തരം പറയാൻ കേരളത്തിനില്ലേ ബാധ്യത? പരിശോധിക്കുന്നു അന്തിച്ചർച്ച. സ്വാഗതം. വന്ദനയുടെ അച്ഛൻ KG മോഹൻദാസ്, വന്ദനയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആനന്ദ് ബ്രഹ്മാനന്ദ്, ഒപ്പം വിവരാവകാശ പ്രവർത്തകരായിട്ടുള്ള ബെന്നി ജനപക്ഷവും രാജു വാഴക്കാലയും, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംവള്ളി, IMAയുടെ പ്രസിഡന്റ് ഡോക്ടർ സുൽഫി നുഹു എന്നിവർ ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇടത് അനുഭാവി കൂടിയായ രാജു വാഴക്കാലയിലേക്ക് പോകും. രാജു വാഴക്കാല, വളരെ ശക്തമായിട്ടുള്ള ആരോപണമായിട്ട് വന്നിരിക്കുന്നത് പ്രതിപക്ഷമല്ല, ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയം ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല, മനഃപൂർവ്വം CBI അന്വേഷണം സർക്കാർ എതിർക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത് കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ഒരു പെൺകുട്ടി മരിച്ചതുകൊണ്ട് അതിന്റെ വേദന ഇപ്പോഴും അനുഭവിക്കുന്ന ഒരച്ഛൻ കൂടിയാണ്. അസ്വാഭാവികമായിട്ട് എന്താണ് പൊതുജനങ്ങൾക്ക് ഇത് കേട്ടാൽ തോന്നുക? അപർണ, ആദ്യമായിട്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു ഡോക്ടർ മരണപ്പെട്ടു. ആ മരണപ്പെട്ട നമ്മളൊരു ചർച്ച കഴിഞ്ഞാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ CBI അന്വേഷണത്തിന് വേണ്ടി ഹർജി കൊടുത്ത ഒരു പിതാവും നമ്മുടെ ചർച്ചയിലുണ്ട്. ആദ്യമായി ആ മരണപ്പെട്ട ഡോക്ടർക്ക് നമ്മളൊരു ആദരാഞ്ജലി വീണ്ടും അർപ്പിക്കുകയാണ്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്കറിയാം, കഴിഞ്ഞ വർഷം മെയ് 10 നടന്ന സംഭവത്തിന് ശേഷം പോലീസ് നല്ല രീതിയിൽ തന്നെ അത് അന്വേഷിച്ച് 89ാമത്തെ ദിവസം തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിന് വിചാരണയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇന്നലെ ഹൈക്കോടതിയിൽ വീണ്ടും ഇത് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിതാവ് ഹർജി കൊടുക്കുന്നത്. ഇപ്പൊ ഹൈക്കോടതി തന്നെ പല പരാമർശങ്ങൾ നടത്തിയതായിട്ട് നമ്മളിന്ന് മാധ്യമങ്ങളിൽ കൂടെ അറിയാൻ കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ പ്രതിയായിട്ടുള്ള സന്ദീപിനുള്ള ജാമ്യ ഹർജി പോലും തള്ളിക്കൊണ്ട് കേസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. നമുക്കറിയാം, ഇതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലുള്ള പല സംഭവങ്ങൾ, ഒരു കൊലപാതകം നടന്നപ്പോൾ കത്തി വിവാദം ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു ആഘോഷം നടത്തിയാണ്. പിന്നീട് സംസ്ഥാന സർക്കാരും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച അതേ തലത്തിൽ തന്നെ CBIക്കും പോയി എത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പല പ്രമാദമായ കേസുകളും നമ്മുടെ സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയതിന് അപ്പുറത്തേക്ക് പിന്നീട് ഒന്നൊരു CBIയുടെ അന്വേഷണത്തിന് സംഘത്തിന് പോകേണ്ടി വന്നിട്ടില്ല. ഇതും അതുപോലെ തന്നെയാണ്. പ്രതിയെ പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തെളിവ് ശേഖരണങ്ങളെല്ലാം നടത്തിക്കൊണ്ട് കൃത്യം 89ാം ദിവസം തന്നെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായും. അതൊരു എനിക്ക് തോന്നുന്നു, ഇത് വിചാരണ നടത്തി ഈ പ്രതിയെ ഏറ്റവും അർഹിക്കുന്ന ഒരു ശിക്ഷ കോടതിയിൽ നിന്ന് ലഭിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ആശുപത്രി സംരക്ഷണ ബില്ല് ആദ്യമേ ഒന്ന് പാസ്സാക്കിയതായിരുന്നു. അത് പിന്നീട് കുറെ ചട്ടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ വന്ദനദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് വീണ്ടും അതിലൊരു
കമ്മിറ്റ്മെന്റോടൊക്കെ കൂടി പക്ഷേ ശ്രീ രാജു വാഴക്കാല, ഞാൻ എടുത്തു പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഒന്ന് എടുത്തു പറഞ്ഞു ചോദിക്കട്ടെ. ഈ കേസ് മറ്റു കേസുകളെ പോലെയല്ല. ഇതിനകത്ത് പ്രതികളാകാൻ സാധ്യതയുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നവരിൽ പോലീസുകാരുമുണ്ട്. പോലീസുകാർ കൂടി പ്രതികളാകേണ്ടതാണ് എന്ന ആരോപണം വന്ദനാദാസിന്റെ കുടുംബം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് CBI അന്വേഷണം വേണ്ട എന്ന് സർക്കാർ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രജുഡിസ് അതിനകത്ത് ബാധകമാകുന്നില്ല. CBI വരുന്നു, കേസുകൾ അന്വേഷിക്കുന്നു. സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തിന് CBI വരണം എന്ന് ചോദിക്കുന്നതിൽ അതിലൊരു ശുദ്ധ ബോഷ്കുണ്ട്. ഇല്ല പറഞ്ഞ ഞാൻ പറയാം, നമുക്ക് ഇവിടുത്തെ വിവാദമായ പല കേസുകളും അന്വേഷിച്ചുകൊണ്ട് അവസാനം ചെന്നെത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. നമ്മൾക്കറിയാം ആ കൊലപാതകം നടന്ന സാഹചര്യവും ആ സമയവും നമുക്കറിയാം. വെളുപ്പിന് നമുക്കറിയാം ആശുപത്രികളിൽ എത്ര ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന നഴ്സുമാരും മറ്റ് ആശുപത്രി പ്രവർത്തകരും വളരെ കുറവുണ്ടായിരുന്ന സമയത്തും മാത്രവുമല്ല അവിടെ ഗാർഡ് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരും SI ഉൾപ്പെടെയുള്ളവർക്ക് വളരെയേറെ പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യവും അന്ന് നിലവിലുണ്ടായിരുന്നു. ഈ പ്രതിയുമായി വന്ന് മദ്യത്തിന് മയക്കുന്ന അടിമയാണെന്നാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അടിമയായിട്ടുള്ള പ്രതിയെ അന്ന് കൊണ്ടുവന്ന് ഡോക്ടറെ ചികിത്സിക്കുന്നതിനടുത്തപ്പോ വിലങ്ങ് വച്ചിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം അന്ന് നിലനിൽക്കുന്നതാണ്. ഇതേ ആക്ഷേപം തന്നെ പലതും നമുക്കറിയാം. പല പ്രതികളെയും കൊണ്ടുവരുമ്പോൾ വിലങ്ങ് വച്ചതിനെതിരെ പല മനുഷ്യാവശ്യ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ടവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വിലങ്ങ് വെച്ചിട്ടില്ല എന്നുള്ള പോരായ്മ അന്നുണ്ടായിരുന്നു. പക്ഷെ അതിലെങ്ങനെയാണ് ശ്രീ രാജു വാഴക്കാല, പോലീസ് വീഴ്ച ഇതിനകത്തുണ്ട്, മറ്റ് പ്രതികളല്ല, മറ്റേതെങ്കിലും പ്രതിയല്ല ഇതിനകത്ത് വിഷയം. പോലീസുകാരുടെ ഒരു ഭാഗം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെ സംസ്ഥാനത്തെ പോലീസിനെ അന്വേഷിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ന്യായമായ ഒരു ആവശ്യം ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. പോലീസിന്റെ വീഴ്ച ഇത് പറഞ്ഞ പോലെ തന്നെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കൃത്യമായ പരിശീലനം ഉണ്ടായിരുന്നില്ല പോലീസിന്, അത് വേണം എന്ന വിഷയം പോലീസ് വകുപ്പിനെതിരായിട്ടുള്ള വിമർശനമായിട്ടൊക്കെ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതല്ലേ? അപർണ, നമുക്കറിയാം ഒരു വെളുപ്പാങ്കാലത്ത് ഒരു ആശുപത്രിയിൽ പോലീസ് ഒരു പ്രതിയെ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന അന്നത്തെ സാഹചര്യമൊക്കെ നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട ഒരു സുരക്ഷ, അത് അവിടെ പോലീസ് ഗാർഡൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നതാണ്. പക്ഷെ ശക്തമായ ഇങ്ങനെ ഒരു സംഭവം അവിടെ എന്താ വെച്ചാൽ ഡോക്ടറുടെ കൈവശം ഉണ്ടായിരുന്ന കത്രിക എടുത്ത് തലങ്ങും വിലങ്ങും കുത്തി ഉണ്ടായ ആ പരിക്കിലാണ് മരണപ്പെട്ടത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമാണ് അന്ന് സംഭവിച്ചത്. അപ്പോൾ ഈ IMAയുടെ ഭാഗത്ത് അവർ പറഞ്ഞിരുന്ന പോലെ തന്നെ ആ സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന മുൻകൂട്ടി കാണാൻ കഴിയാത്തൊരു പോലീസുകാരോ അത് ചെറിയ വീഴ്ചയാണ്. പക്ഷേ ഈ പോലീസ് അന്വേഷണത്തിൽ എങ്ങനെയാണോ മുന്നോട്ട് പോയിരിക്കുന്നത് അതിനപ്പുറത്തേക്കൊന്നും ഈ കേസിന്റെ വിധി അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിക്കുന്ന നടപടികളിലേക്ക് CBI വന്നാലും പോകില്ല. എല്ലാ കേസുകളും ഇങ്ങനെ താങ്കളുടെ പ്രജുഡിസ് ആണ്, അതൊരു മുൻവിധിയാണ് ശ്രീ രാജു വാഴക്കാല. അങ്ങനെ അതിലേക്ക് CBI പോകില്ല എന്ന് പറയുന്നിടത്ത് CBI അന്വേഷണം വേണ്ട എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെ, അതിനെ എതിർക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയിൽ നമുക്കൊപ്പം ചേരുന്നു. ഈ വന്ദനാദാസിന്റെ മരണശേഷം ആരോഗ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾ വരെ ഇഴകീറി മുറിച്ച് വിമർശിച്ച പ്രതിപക്ഷമാണ്. ഇങ്ങനെ വന്ദനാദാസിന്റെ കുടുംബം ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ എന്ത് നിലപാടാണ് പരസ്യമായി പ്രതിപക്ഷം എടുക്കുന്നുണ്ടോ എന്തെങ്കിലും നിലപാട്? അല്ല അപർണ, അതിൽ ഈ വന്ദനാദാസിന്റെ വിഷയം പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ട്. ഈ ആരോഗ്യമന്ത്രിയുടെ വലിയ കഴിവുകേടുമായി ബന്ധപ്പെട്ട് ഒന്ന്, തിരുവനന്തപുരത്ത് ഒരു 7 മാസം 8 മാസം മുമ്പ് സ്വന്തം പിതാവിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു മകൻ വരുന്നു. ഈ വന്ന മകനെ അവിടുത്തെ ഗാർഡും അവിടുത്തെ ഈ പറയുന്ന ജീവൻ രക്ഷാ പ്രവർത്തകർ, DYFI അല്ല കേട്ടോ, അല്ലാത്ത ജീവൻ രക്ഷാ പ്രവർത്തകരുണ്ടല്ലോ ആശുപത്രിയിൽ, അവർ ചേർന്ന് ആക്രമിക്കുന്നു. അത് ചെറിയൊരു വാർത്തയാവുന്നു. വാർത്തയാവുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ഓഫീസറെ, ആ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നേരിട്ട് വിളിക്കുന്നു. 2 ആക്ഷൻ ഉണ്ടാവണം, ആക്ഷൻ ഓൺ ടൈം ഉണ്ടാകും എന്ന് അവർ ഉറപ്പുവരുത്തുന്നു. മടങ്ങിപ്പോകുന്നു. 6 മാസമായി അവർക്കെതിരെ ഇതുവരെ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദ്യങ്ങൾ നിങ്ങളുടെ ചില മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഞാൻ ഓർക്കുന്നില്ല എന്നാണ്. കോഴിക്കോട് ഒരു പാവപ്പെട്ട സഹോദരിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുണി കെട്ടി 5 വർഷക്കാലമാണ് ആ സഹോദരി ഈ കത്രികയുമായി നടന്നത്. അതിന്റെ പേരിൽ അവർ സമരം ആരംഭിച്ചു. സമരപ്പന്തലിൽ നേരിട്ടെത്തി വീണ ജോർജ്. സമരപ്പന്തലിൽ സർക്കാരിനെതിരെ, സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ നടക്കുന്ന സമരപ്പന്തലിലേക്ക് നേരിട്ടെത്തിയ വീണ ജോർജ് അവരെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട, സർക്കാർ കൂടെയുണ്ട്, ഞാൻ കൂടെയുണ്ട്, നിങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരം ഞാൻ മേടിച്ചു തരും. സമരം അവർ അവസാനിപ്പിച്ചു.
മാസങ്ങൾ കഴിഞ്ഞുപോയി, വർഷങ്ങൾ കഴിഞ്ഞുപോയി. 1.5 വർഷം കഴിഞ്ഞ് നടപടിയിൽ നിന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും സമരപന്തലിൽ ഇറങ്ങി. സമരപന്തലിലേക്ക് ഇറങ്ങി അവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു, ഞാൻ ഉണ്ടാവും കൂടെ. പിന്നെയും 2 വർഷങ്ങൾ കടന്നുപോയി. വീണ്ടും അവർ ഇന്നലെയോ മിനിഞ്ഞാന്നുമായിട്ട് അവർ വീണ്ടും സമരമുഖത്താണ്. ആ സഹോദരിയുടെ പേരറിയാമോ? അപ്പോ ആരോഗ്യ വകുപ്പ് തന്നെ വെന്റിലേറ്ററിലാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കുന്ന ആരും ഇന്ന് ആരോഗ്യ വകുപ്പിൽ ഇല്ല എന്നതിന്റെ തെളിവുകളാണ് ഞാൻ ഈ പറഞ്ഞത്. ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലായത് വീണ ജോർജിന്റെ കാലം തൊട്ട് ആണ് എന്നുള്ളതാണ്. മുമ്പ് ശൈലജ ടീച്ചർ ആയിരുന്നപ്പോ അവിടെ കുറച്ച് PR വർക്കും കുറേയേറെ അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ആ വകുപ്പൊന്ന് ചലിക്കുന്ന പോലുമില്ല. നിശ്ചലാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന അവസ്ഥയാണ്. ഇനി വന്ദനയുടെ കാര്യത്തിലേക്ക് വന്നാൽ, അങ്ങ് ചോദിച്ചല്ലോ, നേരത്തെ എനിക്കൊന്ന് ഇടത് പ്രതിനിധിയാണ് അല്ലെങ്കിൽ ഇടത് സഹയാത്രികനാണ് ശ്രീ രാജു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, എന്തിനാണ് CBI അന്വേഷണത്തെ എതിർക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്, സ്വാഗതം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇതിലെ പ്രതികൾ, ആരോപണ വിധേയർ, അത് പോലീസുകാർ തന്നെയാണ്. പോലീസുകാർ തന്നെ ആരോപണ വിധേയരായ ഒരു കേസിൽ പോലീസ് ഏജൻസി അന്വേഷിച്ചാൽ എന്ത് തെളിവ് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? DYFIക്ക്, മറ്റ് സംഘടനകൾക്ക്, സർക്കാർ സംഘടനകൾക്ക് എല്ലാ കാലത്തും ഓശാന പാടുന്ന, എല്ലാ കാലത്തും സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ് സേന. ആ പോലീസ് സേനയിൽ പോലീസുകാർ തന്നെ ആരോപണ വിധേയരാക്കപ്പെട്ട, ഒരുപക്ഷെ പ്രതി ചേർക്കപ്പെടേണ്ട ഒരു കേസ്, ആ കേസിൽ പോലീസിനെതിരെ പോലീസ് അന്വേഷിച്ചാൽ ഒരു തെളിവും ഉണ്ടാകാൻ പോകുന്നില്ല. പ്രഥമ ദൃഷ്ടിയ നോക്കൂ, ഇപ്പൊ അവരുടെ പിതാവ് ഈ ചർച്ചയിൽ പങ്കുചേരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്ദനയുടെ പിതാവ് പറയുന്ന ചില ആരോപണങ്ങളില്ലേ, ഒന്ന്, അവിടെ ഏതെങ്കിലും ഒരു പ്രതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗിയോ വന്ന ശേഷം ഇവരെ ആക്രമിച്ച ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിച്ച് പോലീസ് എത്താൻ വൈകുകയല്ല ഉണ്ടായത്. പോലീസ് കൊണ്ടുപോയ രോഗിയാണ്, പോലീസ് കൊണ്ടുപോയ പ്രതി, അവരുടെ കൂടെ തന്നെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഈ ലോക്ക് ചെയ്ത മുറിയുടെ പുറത്ത് ഭയചകിതരായി ഈ കൊലപാതകം കണ്ട് നോക്കി നിൽക്കുകയാണ്. പിന്നെ എന്തോന്ന് പോലീസാണ്? കൊലപാതകം കഴിഞ്ഞ ശേഷം പോലീസിന് ഈ പറയുന്ന പ്രതിയെ കീഴ്പ്പെടുത്താൻ പറ്റി, ദ്രുതഗതിയിൽ അവരെ പിടിക്കാൻ പറ്റി, അവന്റെ കൈ കൂട്ടി കെട്ടാൻ പറ്റി, മീഡിയാസിന് വിഷ്വൽസ് തരുന്ന രീതിയിൽ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റി, ഇതൊക്കെ പറ്റി. പക്ഷേ കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ഗോൾഡൻ അവർ എന്ന് നമ്മൾ പറയില്ലേ, ആ ഗോൾഡൻ അവറിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ കൈയും കെട്ടി ഈ ഗ്രില്ലിനപ്പുറത്ത് കൈയും കെട്ടി നോക്കി നിന്നു. അത് സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. സംശയമേ വേണ്ട, അതിൽ സംശയം ഉണ്ടാവുകയാണ് എന്നൊരു പിതാവ് പറഞ്ഞാൽ, മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവ് പറഞ്ഞാൽ അത് അന്വേഷിക്കപ്പെടണം. അതിലെന്താ സംശയമുള്ളത്? അന്വേഷിക്കപ്പെടേണ്ട. പ്രതിപക്ഷം അതിനൊപ്പം നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ ഒരു നിലപാട് ഇതിലൊരു രാഷ്ട്രീയ വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോഴും പ്രതിപക്ഷം ഇതിനൊപ്പം നിൽക്കുകയാണ്. ആ ഒരു ഉറപ്പ് വസന്ത് തെങ്ങുംവിളിക്കുണ്ട് അല്ലേ? തീർച്ചയായും പ്രതിപക്ഷം, ഞാൻ പറഞ്ഞു അല്ല, ഒരു 10 സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് തീർച്ചയായും പ്രതിപക്ഷം ഇതിനൊപ്പമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമൊന്നുമില്ലല്ലോ. CBI അന്വേഷണം വന്നു എന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഇമേജിനെ ബാധിക്കാനൊന്നുമില്ലല്ലോ. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അധികം പണമൊന്നും പോവില്ലല്ലോ. വന്ദനാദാസിന്റെ പിതാവും കൂടെ ഒക്കെ 2 രൂപ അധികം സെസ് കൂടെ കൊടുക്കുന്നതാണല്ലോ ഈ ഖജനാവ്. അതിൽ നിന്ന് ഈ ചെലവ് വന്നാലും കുഴപ്പമില്ലെന്നേ. അന്വേഷിക്കട്ടെ. ഒരു മകളെ നഷ്ടപ്പെട്ട അപ്പന്റെ ആഗ്രഹമല്ലേ, ആവശ്യമല്ലേ, അത് അന്വേഷിക്കപ്പെടണം. ഞാൻ തിരികെ എത്താം. ഏതായാലും അല്പം വൈകി വന്ദനാദാസിന്റെ അച്ഛൻ KG മോഹൻദാസ് നമുക്കൊപ്പം ചർച്ച ചെയ്യാൻ ചില സാങ്കേതിക വശങ്ങൾ കൊണ്ട് അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം അതാണ് കുറച്ചും കൂടെ വ്യക്തമാകുക ഏത് തലത്തിലേക്കാണ് ചർച്ച കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ശ്രീ വന്ദനാദാസിന്റെ പിതാവ് ശ്രീ KG മോഹൻദാസ്, വന്ദനയുടെ കേസ് അന്വേഷണത്തിൽ അടിമുടി ദുരൂഹത ആരോപിക്കുന്നു. ഈ കേസ് അന്വേഷണം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് നടക്കുന്നില്ല. അതിനകത്തൊരു ദുരൂഹത നിങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ള ഒരു ഹർജി കോടതിയിലെത്തുക. വാർത്താ സമ്മേളനത്തിലും പറയുന്നത് അടിമുടി ദുരൂഹതയുണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ദുരൂഹത? സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെതിരെ പോലും ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഏകമകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെയധികം സംശയങ്ങൾ എൻ്റെ കുടുംബത്തിനും നാട്ടിലുള്ള ജനങ്ങൾക്കും ഉണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എൻ്റെ മോള് 10-ാം തീയതി രാവിലെ 4 മണിക്ക് ശേഷം പോലീസ് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ആള് ചികിത്സയ്ക്ക് വേണ്ടി അവിടെ എത്തുകയും ചികിത്സയുടെ ഭാഗമായിട്ട് ഡോക്ടർ വന്ദന പരിശോധിച്ചതിന് ശേഷം
കൂട്ടത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകനായ ഷിബിൻ മുഹമ്മദും കൂടി പരിശോധിച്ച് ഒരു കാലിൽ മുറിവും ഒരു കാലിൽ പൊട്ടലും ഉള്ളതായിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുറിവ് ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നഴ്സിംഗ് സ്റ്റാഫിനെ വിളിച്ച് ചുമതലപ്പെടുത്തുന്നു. അതിനുശേഷം എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി കുറിപ്പെഴുതി ആ വന്ന കൃത്യം ചെയ്ത വ്യക്തിയുടെ കൂടുതലുണ്ടായിരുന്നത് ഏൽപ്പിക്കുന്നു. അതിനുശേഷം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡോക്ടർ വന്ദനദാസ്, അതിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൗർണമിയുടെ മുറിയിൽ ചെന്ന് വിവരം അറിയിക്കുന്നു. ഇങ്ങനെയൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം ഡോക്ടർ പൗർണമിയും ഡോക്ടർ വന്ദനയും കൂടി നമുക്ക് അന്വേഷിക്കാമെന്ന് തിരിച്ചു വരുമ്പോഴാണ് അവിടെ ബഹളമുണ്ടാകുന്നതെന്നും ഡോക്ടർ പൗർണമി ഉടനെ തന്നെ തിരിച്ച് ആ മുറിയിലേക്ക് ഓടി അകത്ത് കയറി റൂം ലോക്ക് ചെയ്ത് ഇരുന്നു. ഇതൊന്നും അറിയാതിരുന്ന മോള് ചുറ്റും ഓടി നടന്ന് ഈ ഡോക്ടർ പൗർണമിയുടെ മുറി ഉൾപ്പെടെയുള്ള കുട്ടിയെ വിളിച്ചിട്ടും ആരും തുറന്നില്ല. അപ്പോൾ ഈ കൃത്യം നടത്തിയ ആദ്യം സെക്യൂരിറ്റിക്കാരനെ ഉപദ്രവിച്ചു. തൊട്ടടുത്ത് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അലക്സ് കുട്ടി, അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 5-6 മീറ്റർ അടുത്ത് മാത്രം 3-4 പോലീസുകാരും ഉണ്ടായിരുന്നു. അവരാരും ഒന്നും ചെയ്തില്ല. അപ്പം അത് കഴിഞ്ഞാണ് എൻ്റെ മകളായ ഡോക്ടർ വന്ദനദാസനെ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ കുത്തി പരിക്കേൽപ്പിക്കുന്നു. ഈ കുത്ത് കൊണ്ടതിന് ശേഷം എല്ലാ മുറികളിലും അടച്ചിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാ മുറികളുടെ വാതിൽക്കൽ ചെന്ന് ഡോക്ടർ വന്ദനദാസ് മുട്ടി വിളിക്കുന്ന ആരും തുറന്നില്ല. പോലീസുകാർ എല്ലാവരും ഇതിൽ ഭയചകിതരായി പുറത്തേക്ക് ഓടിപ്പോയി. തൊട്ടടുത്ത് തന്നെ ഷട്ടർ പുറത്ത് വന്ന് അടയ്ക്കുന്നു, പൂട്ടിയിടുന്നു. ഡോക്ടർ വന്ദനദാസ് ഒറ്റയ്ക്കായിപ്പോയി. പ്രാണവേദന കൊണ്ട് അലറി വിളിച്ചിട്ട് പോലും കൂടുതലുണ്ടായിരുന്ന ഡോക്ടർമാരോ ഓഫീസ് സ്റ്റാഫോ പോലീസുകാരോ ആരും തന്നെ മുറികൾ തുറക്കുകയോ സഹായത്തിന് എത്തുകയോ ചെയ്തില്ല. ഇതാണ് ഉണ്ടായത്. പ്രാഥമികമായിട്ട് കാര്യങ്ങൾ അതാണ് ഉണ്ടായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറ്റകരമായ അനാസ്ഥ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. ശ്രീ കെ ജി മോഹൻദാസ്, ഞാൻ ഇടയിലൊന്ന് ചോദിച്ചുകൊള്ളട്ടെ. ഇതിനകത്ത് പോലീസിനും, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു, പോലീസിനും ഇതിനകത്ത് പരിക്കേറ്റിരുന്നു. താങ്കൾ തന്നെ പറയുന്നുണ്ട് ഭയപ്പെട്ട് പോലീസ് ഓടിപ്പോവുകയാണ് ചെയ്തത് എന്ന് താങ്കൾ തന്നെ പറയുന്നു. ആ രീതിയിലുള്ള ദൃക്സാക്ഷി മൊഴികളൊക്കെയാണ് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. പോലീസിനും ഇതിനകത്ത് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഘട്ടം വരെ അത് സമ്മതിച്ച കാര്യം തന്നെയാണ്. പക്ഷെ പോലീസുകാർക്കും ഇതിനകത്ത് ഗുരുതരമായി പരിക്ക് ഏറ്റിരുന്നല്ലോ. അപ്പോഴും പോലീസ് കേസിൽ പ്രതിയാകേണ്ടത് തന്നെയാണ് എന്ന് കരുതുന്നുണ്ട് അല്ലേ? ഇല്ല, പോലീസുകാർക്ക് നിസ്സാര പരിക്കുകളെ ഉണ്ടായിട്ടുള്ളൂ. ആകപ്പാടെ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയെന്ന് പറയുന്നത് അലക്സ് കുട്ടി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഹോം ഗാർഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം മിലിറ്ററിക്കാരനായിരുന്നു. അദ്ദേഹം മാത്രമാണ് ഈ ഇങ്ങനെ അല്പം എതിർക്കുന്നത്. അദ്ദേഹത്തിന് തള്ളി പുറകോട്ട് മാറ്റിയിട്ടാണ് തലയിൽ കുത്തുന്നത്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസുകാർ പുറത്തേക്ക് പോകുന്നത്, തിരിച്ചു വരുന്നത്. അവർക്കൊക്കെ നിസ്സാര പരിക്കുകളേ ഉള്ളൂ. നിസ്സാര പരിക്കുകൾ, അത് എവിഡൻസി തെളിഞ്ഞിട്ടുള്ളതാണ്. പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. അപ്പം അങ്ങനെ സ്വത്തിനും ജീവൻ സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്തിരുന്ന എൻ്റെ മകളുടെ കൊലപാതകത്തിന് അവർ സാക്ഷികളാണ്, അവർ പ്രതികളാണ്. IMA പലതവണ ആരോഗ്യമേഖലയിൽ ഡോക്ടർമാർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരമൊക്കെ ചെയ്ത് അതിന് നേതൃത്വം കൊടുത്ത സംഘടന കൂടിയാണ് IMA. IMAക്ക് ഇതിനകത്ത് വലിയ രീതിയിൽ പങ്കുണ്ട് എന്ന് നിങ്ങൾ ആരോപിക്കുന്നു.
സമർപ്പിക്കുകയും കൂടി ചെയ്തിരുന്നല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? അതുകൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് പോകാമല്ലോ. IMAയുടെ പങ്കെന്ന് പറഞ്ഞിരിക്കുന്നത് 2012 മെഡിക്കൽ ബില്ല് ആദ്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സമക്ഷം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പല പ്രാവശ്യം ഡോക്ടർമാർ ആവശ്യപ്പെട്ടിട്ടും അതിൽ പറയത്തക്ക ചർച്ചയോ പാസ്സാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ട് ഇരുന്നു. അതിന് ശേഷം 2023 ഏപ്രിൽ മാസത്തിൽ IMAയുടെ ഒരു ഭാരവാഹി ഒരു പ്രവചനം നടത്തിയിരുന്നു. 1 മാസത്തിനുള്ളിൽ മെഡിക്കൽ മേഖലയിൽ ഒരു ഭരണം നടക്കും. അങ്ങനെ പ്രവചിക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു അറിവോ കഴിവോ ഉള്ളയാളാണ് പറഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം ഈ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള ഡോക്ടർ വന്ദനദാസിൻ്റെ കൊലപാതകം സംഭവം നടന്നത് മെയ് മാസം 2023 മെയ് മാസം 10-ാം തീയതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ആരോഗ്യ മേഖലയിലുണ്ടായപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ടായപ്പോൾ അടുത്ത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതായത് 2010 മെയ് മാസം 10 ബുധനാഴ്ചയാണ് ഡോക്ടർ വന്ദനയ്ക്ക് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം അടുത്ത ബുധനാഴ്ച 17-ാം തീയതി മെയ് 17-ാം തീയതി ക്യാബിനറ്റ് മെഡിക്കൽ ബിൽ പാസ്സാക്കുന്നു. അപ്പോൾ ഡോക്ടർ വന്ദനയുടെ രക്തസാക്ഷിത്വം ഇതിനൊരു കാരണമായിട്ട് കാണുന്നതിൽ തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നേരത്തെ പ്രവചിച്ചു എന്നുള്ളതാണോ വിഷയം? അങ്ങനെ മുൻകൂട്ടി പറഞ്ഞു? അതൊരു ജനറലൈസ് ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞു, ഇത് മുൻകൂട്ടി കണ്ട് പറഞ്ഞു, അതുകൂടിയാണോ ആ രീതിയിൽ IMA പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് കാരണം? മുൻകൂട്ടി പറഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊക്കെ യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇൻഷുറൻസ് അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഗവൺമെൻറ് ബില്ല് പാസ്സാക്കി. അപ്പോൾ തന്നെ മാധ്യമങ്ങളിലൊക്കെ വന്നായിരുന്നു ഈ രക്തസാക്ഷിത്വം കാരണം ഇങ്ങനെ ബില്ല് പാസ്സാക്കുന്നൊരവസരം ഉണ്ടായി എന്ന് അറിഞ്ഞു. അങ്ങനെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, എനിക്ക് താങ്കൾ ആ വൈകാരികത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീ KG മോഹൻദാസ്, ആ വൈകാരികത എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. ഡോക്ടർ സുൽഫി നുഹു നമുക്കൊപ്പം ചേരുന്നു. നേരത്തെ പറഞ്ഞ ഡോക്ടർ സുൽഫി നുഹു, 1 മാസം മുൻപ് ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെടുന്നതിന് 1 മാസം മുൻപ് IMAയുടെ ഭാരവാഹി പോസ്റ്റ് ഇടുന്നു, 1 മാസത്തിനുള്ളിൽ ആരോഗ്യ മേഖലയിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെടും. അതുപോലെ സംഭവിക്കുന്നു 1 മാസത്തിന് ശേഷം. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ആശുപത്രി സംരക്ഷണ ഭേദഗതി നിയമം പാസ്സാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു പക്ഷേ വന്ദനദാസിന്റെ അച്ഛൻ അതിവൈകാരികമായിട്ട് പറയുന്ന ഒരു വിഷയമാകാം. പക്ഷെ ഇതിനകത്ത് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് നിസ്സഹകരണം ഉണ്ടായി. മുറിയിൽ അടച്ചു ഇരുന്ന ഡോക്ടർമാർ പോലും പലതവണ കൊട്ടിവിളിച്ചിട്ടും, വന്ദനദാസ് കൊട്ടിവിളിച്ചിട്ടും തുറക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഈ വിഷയത്തിനകത്ത് ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ദുഃഖം ആ അച്ഛൻ്റെ വാക്കുകളിലും അകത്തുണ്ട്. IMA പ്രതിക്കൂട്ടിൽ നിർത്തുമ്പോൾ IMAക്ക് പറയാനുള്ളത് കൂടി എന്തായിരിക്കും ഈ അവസരത്തിൽ? വന്ദനദാസിന്റെ മരണത്തിൽ ഞങ്ങൾക്കുണ്ടായ വേദന ഒരുപക്ഷെ പിതാവിനോടൊപ്പം അല്ലെങ്കിൽ പിതാവിനോടൊപ്പം നിൽക്കുന്നതാണ്. അപ്പോ ആ ഒരു ഞങ്ങളുടെ മെഡിക്കൽ സമൂഹം മുഴുവൻ വളരെയധികം വിഷമിച്ച ഒരു സമയത്തിലൂടെ കടന്നുപോയത്. നമുക്കൊരു അത്തരം ഒരു
ഒരു ഒരു പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങൾ എന്നെ പ്രത്യേകിച്ച് എന്നെ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമല്ല, പല മീറ്റിങ്ങുകളിലും കഴിഞ്ഞ 1-2 കൊല്ലങ്ങളായിട്ട് തന്നെ പല മീറ്റിങ്ങുകളിലും ആരെങ്കിലും ഒരാൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് ഞാനായിരിക്കുമെന്നാണ് ഞാൻ ആ ഫേസ്ബുക്കിൽ എഴുതിയത്. മറ്റൊരു വ്യക്തി മരിച്ചു പോകുമെന്നല്ല ഞാൻ എഴുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിച്ചു. അത് ഞങ്ങൾ ഏതാണ്ട് കൊല്ലങ്ങളായിട്ട് ആവശ്യപ്പെട്ടു കൊണ്ടുവരുന്ന നിയമം ദ്രുതഗതിയിലാക്കുവാൻ അത് സഹായിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ തീർച്ചയായിട്ടും അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതിന് വളരെ വളരെ വിഷമമുണ്ട്. അത് മെഡിക്കൽ സമൂഹത്തില് അങ്ങനെ ഒരാളിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുമെന്നൊക്കെയുള്ള ഒരു ധ്വനി വരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം വ്യസനവും സങ്കടവും ഒക്കെ തന്നെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഡോക്ടർ വന്ദനാദാസിന്റെ വീട്ടിൽ ഞങ്ങൾ പലതവണ ഞങ്ങൾ എല്ലാവരും പോവുകയും അവരുടെ വിഷമങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഡോക്ടർ വന്ദനാദാസിനെ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം അറിഞ്ഞ മുതൽ ഞങ്ങൾ എല്ലാവരും വളരെയധികം വേദനയോടുകൂടി ഓടിക്കൂടിയവരാണ്. അത് പിതാവിന്റെ ദുഃഖം അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ദുഃഖം, അവരുടെ വിഷമം ഞാൻ ഇന്നലെയും ആ ലൈവ് ടെലികാസ്റ്റിൽ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ കണ്ടിരുന്നു. അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ പോലും പിന്നെ ഈ നിയമം വന്നതിന് കാരണങ്ങൾ പലതായിരിക്കാം. പക്ഷെ നിയമങ്ങൾ നമുക്ക് നിയമങ്ങൾ വരുമ്പോൾ അതിനുശേഷമുള്ള നടപടികൾ സ്വീകരിക്കുകയും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കുകയും ഇങ്ങനെ ഒരു മരണം സംഭവിക്കാതിരിക്കുകയും വേണം. പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കണം. അത് ആരന്വേഷിച്ചാലും, ഇപ്പം CBI അന്വേഷിക്കുന്നുണ്ടോ, പോലീസ് അന്വേഷിക്കുന്നുണ്ടോ, ഇതിലൊക്കപ്പുറം പ്രതിക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് മെഡിക്കൽ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഡോക്ടർമാർക്ക് മനസമാധാനത്തോടെ ചികിത്സ നൽകുവാൻ സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ തരുണത്തിൽ. ഓക്കെ, ഏതായാലും നന്ദി ശ്രീ സുൽഫിനുഹു. അത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അഡ്വക്കേറ്റ് ആനന്ദ ബ്രഹ്മാനന്ദ് വന്ദനയുടെ കുടുംബത്തിന് അഭിഭാഷകൻ കൂടിയാണ്. ഇതിനകത്ത് പറഞ്ഞു വരുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ അതിൻ്റെ ദുഃഖത്തിൻ്റെ ആഴം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പക്ഷേ അതായിരിക്കും കോടതിക്കും തോന്നിയിട്ടുണ്ടാവുക. ആ ഒരു വിലയിരുത്തലുകൾ ഒരു ഹർജിയിൽ ഉൾപ്പെടുമ്പോൾ ആ ഹർജി അംഗീകരിക്കേണ്ടതില്ല എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവുക. ഒരു പക്ഷേ ആ കാരണങ്ങൾ കൊണ്ടായിരിക്കും. നിയമപരമായിട്ടുള്ള വശങ്ങൾ അതാണല്ലോ. അതിവൈകാരികത അതിനകത്ത് നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ അത്തരം ചില വശങ്ങൾ ഇതിൻ്റെ പുറത്തില്ലേ? പരിപൂർണമായിട്ട് സർക്കാരിനെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ കഴിയുന്നത്? ഞാനിതിനെ രാഷ്ട്രീയമായൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിതിനകത്ത് ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നു. ഇപ്പം വന്ദനാദാസിൻ്റെ അച്ഛൻ IMAക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ഞാനൊരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കേസിനെ കാണുന്നത് ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിലായിരിക്കാം. പക്ഷേ ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിൽ ഈ ചാർജ് ഷീറ്റിനെ ഞാൻ കാണുമ്പോൾ ഈ FIS മുതൽ, അതായത് ഒരു കേസിൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സാഹചര്യം മുതൽ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങൾ എടുത്താൽ അതിനകത്ത് അടിമുടി ദുരൂഹതയാണ്. ഈ ചാർജ് ഷീറ്റ് കേരള പോലീസ് അന്വേഷിച്ചത് വെച്ചിട്ട് പ്രതിയെ ശിക്ഷിക്കാൻ കഴിയില്ല. അതൊരു കാര്യം. രണ്ടാമത്തത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ വിജയ ഹോസ്പിറ്റലിലെ ആയാലും കിംസ് ഹോസ്പിറ്റലിലെ ആയാലും ഒരു CCTV ദൃശ്യങ്ങൾ ഈ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കൂടെ പോലീസിന് ഹാജരാക്കാൻ കഴിയുകയോ അവിടെ നടന്ന ചികിത്സയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ കഴിയുകയോ ആ ചികിത്സ ഈ പറഞ്ഞ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും തൊട്ടടുത്തുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ 1 അല്ല 2 മെഡിക്കൽ കോളേജുകൾ പാസ് ചെയ്ത് ഒരു കിംസ് ഹോസ്പിറ്റലിലേക്ക് എത്താൻ ആരാണ് ഉപദേശിച്ചത്? അവിടെ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോയത്? ഇതിനൊന്നും കൃത്യമായ ഉത്തരം ചാർജ് ഷീറ്റിൽ പറയുന്നില്ല. പോലീസ് കണ്ടെത്തിയ ചാർജ് ഷീറ്റിൽ അതായത് അവരുടെ ഫൈനൽ റിപ്പോർട്ടിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത കുറ്റകൃത്യത്തിനനുസരിച്ച് ശിക്ഷ കൊടുക്കാനോ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണമല്ല നടത്തിയിരിക്കുന്നത്. ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ടുള്ള ന്യൂനതകൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് അത് കോടതിയിൽ കൃത്യമായ ഹർജിയിൽ അത് അറിയിക്കാൻ, അത് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ?
അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയും ശരിക്കും ഈ പറഞ്ഞ കോടതിയിൽ വരുമ്പോഴും പോലീസ് അതിനെ ന്യായീകരിച്ചുകൊണ്ടും അതിനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിലുള്ള അടുത്ത കള്ളത്തരങ്ങൾ കൊണ്ടുവന്നിട്ട് മൊഴികളായിട്ട് പറയുകയാണ്. ഈ പറഞ്ഞ ചാർജ് ഷീറ്റിനെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേരള പോലീസ് DGP ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്. ഒരു ക്യാമറ, ആ താലൂക്ക് ഹോസ്പിറ്റലിലെ ക്യാമറയുടെ ദൃശ്യങ്ങൾ 4 തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ചാർജ് ഷീറ്റിനകത്ത്. പോലീസ് കണ്ടെത്തിയ കാര്യങ്ങളടക്കം പോലീസ് കണ്ടെത്തിയ 4 രീതിയിലാണ് ഒരു സംഭവത്തിന്. അരമണിക്കൂർ 40 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഓരോ സംഭവങ്ങളെ കുറിച്ചും വിവരിക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ അതിലേക്കൊന്നും കയറിപ്പോയി കഴിഞ്ഞിട്ട് ഈ കേസിനകത്തുള്ള ന്യൂനതകൾ ഞാനൊരു ഡിഫൻസ് ലോയർ എന്നുള്ളതിൽ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നു, അടിമുടി ദുരൂഹത. അത് തുടക്കം മുതൽ ഒടുക്കം വരെ അതിനകത്ത് ട്രീറ്റ്മെന്റിനകത്തുള്ള ദുരൂഹത, ഇതെല്ലാം കൃത്യമായി പുറത്തു കൊണ്ടുവരണമെങ്കിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസാണല്ലോ. അതെ, അതിന്റെ പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് വ്യക്തമാണ്. IMA പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് അതൊരു അതിവൈകാരികമായിട്ടുള്ള ഒരു തലം മാത്രമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായി വരുന്നു. ഏകദേശം അങ്ങനെയല്ലേ വ്യാഖ്യാനിക്കേണ്ടത് അതിനെ? അത് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഇതൊരു സാധാരണ സംഭവമല്ല. ആ കുടുംബത്തിനുണ്ടായ ആ സംഭവത്തിൽ ആ കുടുംബത്തോടൊപ്പം വേദനിക്കുന്ന സമൂഹത്തിലെ ഒരു നല്ല വിഭാഗം ആൾക്കാർക്ക് തോന്നണം ഇവിടെ ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി വ്യക്തമാണ്. അന്വേഷണം എനിക്ക് മനസ്സിലായി, അത് വ്യക്തമാണ്. ബെന്നി ജനപക്ഷം പല രീതിയിലുള്ള വൈകാരികമായിട്ടുള്ള നഷ്ടങ്ങൾ, അതനുസരിച്ചുള്ള ഒരു പക്ഷേയുള്ള പ്രതികരണങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതിലേക്കൊന്നും കടക്കണമെന്നില്ല. അത് കടന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മിസ്സായി പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട്. ഒരാൾക്ക് ഇത്രയും ഗുരുതരമായ അവസ്ഥയിലെത്തിയ ഒരാളെ ഇത്രയും ദൂരെ കൊണ്ടുവന്ന് എന്തിന് ചികിത്സ നൽകി? അത് ആരുടെ നിർദ്ദേശപ്രകാരം? ഹോസ്പിറ്റലുകളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ എവിടെ? മുതലായ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ചാർജ് ഷീറ്റിലില്ല. അതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ചുകൊണ്ടുള്ള മൊഴികൾ നൽകുന്ന പോലീസ്, ആ പോലീസിൽ നിന്ന് മാറ്റിക്കൊണ്ട് കൊണ്ടുപോകണം പുറത്തേക്ക് അന്വേഷണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണത്തെ എതിർക്കുന്ന സർക്കാർ, ഇത് വലിയ രീതിയിൽ ഒരു കുടുംബത്തിന്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നു. അതിൽ സ്വാഭാവികമായിട്ട് ദുരൂഹത തോന്നുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. അപർണയും ന്യൂസ് 8ന്റെ പ്രേക്ഷകരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഒന്നാമത് ഒരു പിതാവിന്റെ സംശയങ്ങൾ, ഒരു പിതാവിന്റെ വേദന മാത്രമല്ല അവിടെ സംശയങ്ങൾ, പ്ലസ് നമ്മുടെ സാഹചര്യങ്ങളും കൂടി നോക്കിയാൽ, കൂട്ടി വായിച്ചാൽ ഇത് CBI അന്വേഷിച്ചാൽ എന്താണ് കുഴപ്പം? നമ്പർ 1, നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ 2 മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് പോയത്. ആ സ്വകാര്യ ആശുപത്രി ആവട്ടെ പല കിംവദന്തികളിലും പെട്ട ഒരു ആശുപത്രിയാണ്. നമുക്കറിയാം, ശ്രീറാം വെങ്കിട്ടറാം എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് ഒരു പെണ്ണുമായിട്ട് പോയി ഒരു മാധ്യമ പ്രവർത്തകനെ KM ബഷീറിനെ ഇടിച്ച് കൊന്നിട്ട് സർക്കാർ ആശുപത്രിയിലല്ല കള്ള് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത്. ഇവനെ നേരെ കൊണ്ടുപോയി ഈ ദുരൂഹത പറഞ്ഞ ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തിരുവനന്തപുരത്തെ ഇത്തരം കുറച്ച് പോലീസുകാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ കുറച്ച് ആശുപത്രികളുണ്ട്. അവിടെ ചിലപ്പോൾ വന്ദനദാസിനെ കുങ്കിയാന കുത്തിയതാണെന്നും അല്ലെങ്കിൽ 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം ലംഘി പോയതാണെന്നും വരെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ആശുപത്രിയാണത്. രണ്ടാമത്തെ, ഈ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു 5-8 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനിത് പറഞ്ഞേനെ, ഇതിങ്ങനെയൊന്നും സംശയിക്കരുതെന്ന്. പക്ഷെ ഇന്ന് ആരോഗ്യ മേഖലയിലെ ചൂഷണം ഞാൻ പറയുമ്പോൾ ദൈവത്തെ ഓർത്ത് എന്നെ ആരും എതിർക്കരുത്. അതായത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരാണ്. നമുക്ക് വയറ്റുവേദന തൊട്ട് കുഴിനകം തൊട്ട് ഹാർട്ട് അറ്റാക്ക് എന്ത് വന്നാലും ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരാണ്. പക്ഷെ ഇന്നത്തെ ഡോക്ടർമാർ, എല്ലാവരെയും ഞാൻ അടക്കം പറയുന്നില്ല, ഇന്നത്തെ മിക്ക ഡോക്ടർമാരും 5 കോടി 6 കോടിക്ക് ഡോക്ടറായി കഴിഞ്ഞാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി എന്തിനു പറയണ, ഞാൻ എൻ്റെ കിഡ്നി എൻ്റെ വൃക്ക ഞാൻ അപർണക്ക് തരുവാണെങ്കിൽ ആ പേപ്പർ മാച്ച് ചെയ്യാൻ, അതായത് സ്വന്തക്കാരുടെ അല്ലാത്ത ബ്ലഡ് റിലേഷൻ അല്ലാത്ത എൻ്റെ വൃക്ക അപർണക്ക് തരുവാണെങ്കിൽ ആ പേപ്പറിന് കൈക്കൂലി മേടിക്കണ നാട്ടിലാണ് ഞാൻ സംസാരിക്കണത്. കൂടാതെ ആരോഗ്യ മേഖലയിലെ
മാഫിയയെക്കുറിച്ച്, ആരോഗ്യ മേഖലയിലെ അഴിമതിയെക്കുറിച്ച് ഞാൻ ഒരു 15 കൊല്ലമായി പറയുന്ന, ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരെയും അടച്ചല്ല ആക്ഷേപിക്കുന്ന, മിക്കവാറും ഡോക്ടേഴ്സ് പണമുണ്ടാക്കുക, എത്തിക്സിനപ്പുറം പണമുണ്ടാക്കുക എന്നുള്ള ഒരു തോതിൽ പോകുന്നു. ഈവൻ IMA, ശരിക്കും IMA ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ്, അല്ലാണ്ട് ഇതിപ്പോഴും ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ ഒന്നും അംഗീകരിച്ചിട്ടുള്ള ഒരു സാധനമല്ല ഈ IMA ഒരു ക്ലബ്ബാണ്, ഡോക്ടർമാരുടെ ഒരു കൂട്ടായ്മ. അവർ ഒത്തുചേർന്ന് മരുന്ന് കമ്പനീനെയും ഇതുപോലെ അവയവ മാഫിയയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പറയാൻ പോയാൽ എങ്ങും തീരില്ല. ഇനി ഏറ്റവും അവസാനം ഈ 2 ദിവസം മുമ്പ് അല്ലെ ഒരാഴ്ച മുമ്പ് എറണാകുളം മഹാരാജാസിൽ ആ SFIയും ഇവരും കൂടി ഉള്ള അടി നടന്നപ്പോൾ ഈ നിയമം പാസ്സാക്കിയിട്ട് പോലും ആംബുലൻസിൽ കയറി കുട്ടികൾ തല്ലി, ICUവിൽ കയറി തല്ലി. അപ്പൊ ഇതെല്ലാം ഒരു ചെപ്പടി വിദ്യയാണ്. ഇത്തരം എത്തിക്സ്, ഇത്തരം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ പോലീസിനെ വളരെയധികം സംശയത്തോടുകൂടി ഈ ഭരണത്തിൽ പോലീസ് എന്തട്ടിമറിയും നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പിതാവ് അദ്ദേഹത്തിന്റെ മകൾ മരിച്ചതിന്റെ കൃത്യത പുറത്തു വരണമെന്ന് പറയണതിൽ എന്താണ് തെറ്റ്? ഞാൻ പറയുന്നത് ഡിവിഷൻ ബെഞ്ചിലും പോകണം. കാരണം കേരള പോലീസിന് ക്രെഡിബിലിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ രാഷ്ട്രീയ ഇടപെടലുകൾ വന്നാൽ നമുക്കറിയാലോ ആടിനെ പട്ടിയാക്കുന്ന പോലീസാണെന്ന്. വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ്, ബട്ട് ഡാം ഷുവർ ഇതിൽ രാഷ്ട്രീയക്കാരെ ഇടപെടാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കണതിൻ്റെ ഒക്കെ അപ്പുറമാണ്. ഒന്നും വിചാരിക്കേണ്ട, ഇത് കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനായി മാറി. കോടികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷൻ ആവുമ്പോൾ ഇവിടുത്തെ മൂല്യങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു മുൻവിധിയൊന്നും പറയുന്നില്ല. ഒരു പിതാവിന് ഇത് അന്വേഷിക്കാൻ CBI അന്വേഷിക്കണമെന്ന് പറയാനുള്ള അർഹതയുണ്ട്, അതൊരു ആവശ്യമാണ്. ശ്രീ രാജു വാഴക്കാല, ഇതിനകത്ത് വൈകാരികമായിട്ടുള്ള തലങ്ങൾ മാറ്റി നിർത്തി വേണം മറുപടി പറയണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം അത് നമുക്ക് തന്നെ ഒരു പക്ഷേ ചില രീതിയിൽ വിലയിരുത്തി പോകേണ്ടി വരും. പക്ഷെ അതല്ലാത്ത ചില പോയിന്റുകൾ ഇതിനകത്തുണ്ട്, അത് സംശയം ഉണർത്തുന്നതാണ്. അത് ചികിത്സയുമായി പോലും ബന്ധപ്പെട്ട് ഈ ഒരു ആക്രമണത്തിന് ശേഷം ചികിത്സയ്ക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പോലും ഉയർന്ന സംശയങ്ങളുണ്ട്. അതടക്കമുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഈ സംശയങ്ങളെല്ലാം മാറട്ടെ, കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആ കുടുംബം വിചാരിക്കുന്നത് പോലെ സംസ്ഥാനത്തെ പോലീസ് ഇൻവോൾവ് അല്ലാത്തൊരു അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പോകട്ടെ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു ബാധ്യത സംസ്ഥാന സർക്കാർ കാണിക്കേണ്ടതായിരുന്നില്ലേ? ഈ കേസ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ നടന്ന അന്ത്യഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സംഭവം ഉണ്ടായതിന്റെ തുടക്കം മുതലൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, ഈ ആശുപത്രിയിലേക്ക് പ്രതി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഒരു പ്രതിയല്ല, അപകടം പറ്റിക്കിടന്ന അദ്ദേഹം തന്നെ ഫോൺ ചെയ്ത് പോലീസ് വന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ച കക്ഷിയാണ്. അതാണ് പിന്നീട് പ്രതിയായിട്ട് മാറുന്നത്. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ഹാങ്ങോവറിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ അത് എന്തായാലും ഈ പ്രതിയെ അനുശാസിക്കുന്ന ഏറ്റവും ലഭിക്കാവുന്ന ശിക്ഷ കോടതിയിൽ നിന്ന് ലഭിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ബെന്നി ജനപക്ഷമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത്, മെഡിക്കൽ രംഗത്തൊക്കെ വലിയൊരു എന്താ പറയുക, ഒരു മാഫിയ പ്രവർത്തനം പണ്ട് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പൊ നമ്മൾ ഡോക്ടർമാരുടെ ആശുപത്രി സംരക്ഷണ നിയമത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, രോഗിക്ക് കിട്ടേണ്ട പല പ്രിവിലേജുകളുണ്ട്, ഒന്നും ലഭിക്കാറില്ല. നമുക്കറിയാം, ഈ അടുത്ത് തന്നെ ആശുപത്രിയിൽ ചെന്ന് മരണപ്പെട്ട രോഗികളൊക്കെ എനിക്കറിയാം. എന്ന് വെച്ചാൽ അവസാനം അതൊക്കെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മെഡിക്കൽ എന്താ പറയുന്നത്, അത് ഒന്നും അറിയാത്ത രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പൊ മരുന്നുമായി ബന്ധപ്പെട്ടും അവയവദാനമായി ബന്ധപ്പെട്ടും ഒക്കെ മെഡിക്കൽ രംഗത്ത് സ്വകാര്യ മേഖലയിൽ കോടികൾ കൊയ്യുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു 5-8 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ ആരോഗ്യരംഗം അല്ല എന്ന് കേരളത്തിലുള്ളത്. ആരോഗ്യരംഗം തന്നെ വളരെയേറെ മാറി. ആശുപത്രിയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ, ഡോക്ടർമാരുടെ സേവനങ്ങൾ, മരുന്നുകൾ, ഇതെല്ലാം കാലാനുസൃതമായിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട്. അതൊരു ഗുണം കേരളത്തിലെ പൊതുസമൂഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രതിയെ വെളുപ്പാങ്കാലത്ത് പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട ആള് വന്ന് ഇങ്ങനെ ഒരു സംഭവം പോലീസിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു ഭയചകിതരായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ വന്ദനദാസിന്റെ പിതാവ് തന്നെ ഇപ്പൊ വേദനയോടെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഒരു സംഭവം പെട്ടെന്ന് രണ്ട് നിസ്സഹായാവസ്ഥ, രണ്ട് തലത്തിലുണ്ടായ നിസ്സഹായാവസ്ഥ ജീവൻ എടുത്തിരിക്കുന്നത്. രാജു വാഴക്കാല, 2 തലത്തിലുള്ള നിസ്സഹായാവസ്ഥ പോലീസിന്റെ ഭാഗത്തു നിന്ന്. പോലീസിനെ അങ്ങനെ ന്യായീകരിക്കരുത്. അത് തന്നെ, പോലീസിനെ ഏത് രീതിയിൽ ന്യായീകരിക്കും? പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന നിസ്സഹായാവസ്ഥ ഒരു ജീവൻ എടുക്കുന്നതിലേക്ക് പോകുമ്പോൾ ജോലിയിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് എന്റെ മകളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായി, പോലീസുകാർ ജോലിയിൽ വീഴ്ച വരുത്തി എന്നാണ് ഒരല്പം മുൻപ് പറഞ്ഞു നിർത്തിയത് ശ്രീ KG മോഹൻദാസ്. രാജു വാഴക്കാല,
സാങ്കേതിക വിഷയങ്ങളുണ്ട്. കേൾക്കുന്നുണ്ട് കരുതുന്നു ശ്രീരാജ് വാഴക്കാല. കേൾക്കാം. പറഞ്ഞ എനിക്ക് പോലീസ് പ്രതികരിക്കാൻ ഞാൻ പറഞ്ഞതല്ല. അന്ന് നടന്ന സംഭവം പിറ്റേ ദിവസം മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വസ്തുതകളാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രതിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്നതല്ല എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ പരിക്ക് പറ്റി പോലീസിനെ വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിച്ചപ്പോ ആ 4 മണി 5 മണിക്ക് നടന്ന സംഭവത്തിൽ ആ സമയത്തുണ്ടായ പോലീസുകാരുടെ പ്രവർത്തനത്തിൽ ചില വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോൾ ഹൈക്കോടതി ഇന്നലെ എന്തുകൊണ്ടാണ് ഈ കേസ് സിംഗിൾ ബെഞ്ച് ഇപ്പോ CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞത്? ഇനിയിപ്പോ ഒരു പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ദുഃഖത്തോടൊപ്പം ഞാനും പങ്കേറുന്നു. അദ്ദേഹത്തിന് ഒരു വിഷയം ഹർജി കൊടുക്കാം. അതൊരു കോടതി തീരുമാനിക്കുകയാണ്. CBI അന്വേഷിക്കട്ടെ. ഞാൻ പറഞ്ഞത് അന്ന് നടന്ന സംഭവങ്ങളുടെ വസ്തുതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോ ആ കേസിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെ വീണ്ടും ഒരു അന്വേഷണത്തിലേക്ക് പോയി ഈ രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ച ചെയ്തിട്ട് ഈ വസ്തുതകളൊക്കെ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകരുത്. യഥാർത്ഥ വസ്തുതയിൽ ആ ഒരു പോയിന്റില് ശ്രീ വസന്ത് തേങ്ങമ്പള്ളി, ഇതിനകത്ത് ആ രീതിയിൽ ഒരു അന്വേഷണം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിഷയങ്ങൾ ഇതിനകത്ത് ചെറിയൊരു ഡിസ്റ്റർബൻസ് വരുത്തുന്നു. കാരണമുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയും അന്നേ ദിവസം ഇവരുടെ വീട്ടിൽ ചെന്ന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അന്നും വാർത്തകൾക്ക് മുമ്പിൽ ആരോപണ വിധേയരായി നിൽക്കുന്നത് പോലീസാണ്, പോലീസ് തന്നെയാണ്. ഇപ്പൊ ഇദ്ദേഹം പറയണം 3 മണിക്ക് പോലീസിന് ഉറക്കം നഷ്ടപ്പെട്ടു അത്രേ. പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോൾ പോലീസ് ഭയചകിതരായത്രേ. ഈ ഭയചകിതരാവാതിരിക്കാനുള്ള ട്രെയിനിങ്ങും കൂടെ കൊടുത്തിട്ടാണ് എല്ലാ വർഷവും ഈ അക്കാഡമികൾ, പോലീസ് ട്രെയിനിങ് ക്ലബ്ബുകൾ, അക്കാഡമികളൊക്കെ ഈ ബഫൂൺസിനെ ഇങ്ങനെ വസന്ത്, ആ ഓഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഖേദിക്കുന്നു. വസന്ത് പറയുന്ന വളരെ ആ പോയിന്റിലേക്ക് വരേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ ആ ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ആനന്ദ്, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ, മന്ത്രിമാർ വീട്ടിലെത്തി അത് ഒന്നും തുറന്നു പറയാതിരിക്കാനാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയപരമായിട്ടൊക്കെ അതിന് വലിയ തലമുണ്ട്. അത്തരം ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ കേസ് എന്നതിനപ്പുറത്തേക്ക് ആ രീതിയിൽ അത് വ്യാഖ്യാനിച്ചു കൂടായികയൊന്നുമില്ല. ആ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ മദനദാസിന്റെ അച്ഛൻ? ഞാൻ അഡ്വക്കേറ്റ് ആനന്ദിനോടാണ് ചോദിക്കുന്നത്. അതെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പോലീസിനെ ന്യായീകരിക്കുന്ന കാര്യം പറയും. ആ പോലീസിനെ ന്യായീകരിക്കുന്നത് ശരിക്കും സത്യവിരുദ്ധമാണ്. കാര്യം ആ കുട്ടിയെ, ആ ഡോക്ടറിനെ ആ പുറത്തു നിന്നും അക്രമിയുടെ ആക്രമണം കണ്ടിട്ട് സഹായിക്കാതെ പുറത്തു നിന്നും ബോൾട്ട് ഇട്ടത് കേരള പോലീസാണ്. അത് എഴുതിയത് ഞാനല്ല. ചാർജ് ഷീറ്റിൽ പറയുന്നതിന് വിരുദ്ധമായി അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നു എന്ന് ഹൈക്കോടതിയിൽ കൊടുത്തത് പോലീസ് DGPയുടെ അഫിഡവിറ്റാണ്. അതുകൂടാതെ ആദ്യം പറഞ്ഞ് അവര് വന്ദനാദാസിനെ ആക്രമിക്കുന്നത് ശ്രദ്ധിച്ചില്ല എന്ന്. അവർക്ക് നിസ്സാരമായിട്ട് നമ്മൾ തന്നെ കാണുന്നു. ആ പ്രതി കാലും 2 കാലും വളരെ ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത്. അത്രയും പരിക്കേറ്റ ഒരാളെ ഈ പറഞ്ഞ പോലീസുകാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ കേരള പോലീസ് പറയുന്ന കാര്യം വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പോലീസ് നിസാര പരിക്കുമായി കൊണ്ടുപോയി ആദ്യം അവന്റെ സ്വയം രക്ഷ തേടുന്നതിന് മുമ്പായി മരണത്തോട് മല്ലടിക്കുന്ന ആ കുട്ടിയെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകാനായിട്ട് ആരാണ് അധികാരം കൊടുത്തത് ഇവർക്ക്? ആ ടൈമിൽ പോലീസ് ജീപ്പിനകത്ത് കൊണ്ടുപോയ സമയം, പോലീസ് ജീപ്പ് വിജയ ഹോസ്പിറ്റലിൽ എത്തിയ സമയം തമ്മിലുള്ള കമ്പാരിസൺ നോക്ക്. പോലീസ് എവിടെ കൊണ്ടുപോയി ഈ കുട്ടിയെ? അതുപോലെ ആംബുലൻസിൽ കൊണ്ടുപോയ സമയം, വിജയ ഹോസ്പിറ്റലിൽ നിന്ന് കിംസിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസിനകത്ത് കൊണ്ടുപോയ സമയം, ഇതൊന്നും മാച്ച് ചെയ്യുന്നില്ല മാഡം. അതാദ്യം മനസ്സിലാക്കും. പിന്നെ രാഷ്ട്രീയപരമായി ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ട്. രാഷ്ട്രീയപരമായി ഇൻഫ്ലുവൻസ് ഉള്ളതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ കേസ് ഇത്രയും ഫ്ലോപ്പായി അന്വേഷിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഫ്ലോപ്പായി അന്വേഷിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിലുള്ള ഡെർലിഷൻ ഓഫ് ഡ്യൂട്ടിയും പോലീസ് ഒന്നിൽ പ്രതിയാകണം, അല്ലെങ്കിൽ സാക്ഷിയാകണം. ഇവിടെ ഒന്നും ആയിട്ടില്ല. അല്ല അഡ്വക്കേറ്റ് ആനന്ദ്, പോലീസിനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ചെലുത്തലാണോ? ഞാനതൊന്ന് ക്ലാരിഫൈ ചെയ്യാണ്. അതാണോ? പോലീസിനെ മാത്രമല്ല, പ്രതിയുടെ പട്ടികയിൽ നിൽക്കേണ്ട പോലീസുകാരെയും രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു. ഓക്കെ,
ബെന്നി ജനപക്ഷം, ഞാൻ വസന്ത് ക്ലിയർ ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആണെങ്കിൽ എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഇടത് സഹയാത്രികയാണ് പോലീസ് പെട്ടെന്ന് ഭയചകിതരായത്രേ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ. ഈ ഭയചകിതരാവാതിരിക്കാൻ വേണ്ടിയാണ് വർഷാവർഷം അതിന്റെ കൂടെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ പോലീസ് അക്കാദമികൾ ഈ ബഫൂൺസിനെ ഇങ്ങനെ കൂടും പോലെ മുടക്കിയിട്ടുള്ളത്. അതെന്താ അറിയില്ലേ? അതിനുള്ള ട്രെയിനിങ്, പ്രത്യേക ട്രെയിനിങ് എടുക്കുന്നവരാണ് പോലീസുകാർ. ഒന്ന്. രണ്ട്, ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് അന്ന് നിങ്ങളടക്കുന്ന മാധ്യമങ്ങൾ, അവരുടെ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അവിടെ പുറത്തുവിട്ടൊരു വാർത്തയുണ്ട്. ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. ഇങ്ങനെ മദ്യപിക്കുക, മദ്യം ഉപയോഗിക്കുക, അടിക്കടിക്ക് വീട് മാറുക, ആ പ്രദേശത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ഭാര്യയും മറ്റുള്ളവരെ ഉപദ്രവിച്ചു അടക്കമുള്ള വാർത്തകൾ വെളി വന്നിട്ടുണ്ട്. ആ സ്ഥലത്തെ ലോക്കൽ പോലീസിന് ഇങ്ങനെ ഒരു ഒഫൻഡർ അവിടെ ഉണ്ട് എന്ന് അറിയത്തില്ല. അവരെ ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ളതല്ല അർത്ഥം. അവൻ വഴിയിൽ കടക്കുന്നു, വീണ്ടും ആ സാങ്കേതിക വിഷയങ്ങൾ. എനിക്ക് അതിൽ ഖേദമുണ്ട് ശ്രീ വസന്ത്. ബെന്നി ജനപക്ഷം, ഇതൊറ്റ വിഷയമാണ്. ഇതിനകത്ത് കോടതിയിൽ ഈ വിഷയം എത്തുമ്പോൾ കോടതി ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അന്വേഷണം പ്രോപ്പറായിട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് പോലീസിന്റെ നിസ്സഹായാവസ്ഥ, ഇതൊരു പല രീതിയിലുള്ള വിമർശനങ്ങൾ ആ സമയത്ത് വന്നതാണ്. പക്ഷേ കരുതി കൂട്ടിയുള്ള ഒരു ഒഴിവാക്കൽ ഇതിനകത്തുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലേക്ക് കോടതി കടന്നിട്ടില്ല. കോടതിയുടെ ഒരു നിലപാട് ഇതിനകത്തുണ്ടല്ലോ, ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാമെങ്കിൽ പോലും. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന കാര്യം, പോലീസ് ഇതിൻ്റെ അകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരുമ്പോൾ പിന്നെ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസ് എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഈ മേഖലയിൽ ഇത്രയധികം വീഴ്ചകൾ വന്നു എന്ന് ഈ വക്കീൽ പറയുമ്പോൾ ഞാൻ നിരവധി കേസുകൾ ഹൈക്കോടതിയിലൊക്കെ നടത്തണാണ്. ഇപ്പോഴും ഈ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള യുഗത്തിൽ പോലും വളരെ നല്ല വക്കീലുമാർ പോയാലും ഞാൻ ഹൈക്കോടതി കണ്ട ഒരു വീഴ്ച പറയാതിരിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇന്നും ചില കേസുകൾ പോകുമ്പോൾ സീനിയർ അപ്പോയിൻമെന്റ്, സീനിയർ അപ്പിയറൻസ്, അതായത് ഒരു വക്കീൽ എത്ര വാദിച്ചാലും ശരി ഹൈക്കോടതിയിൽ സീനിയർ അപ്പിയറൻസ് ഉണ്ടെങ്കിൽ ചില വിധികൾ കിട്ടുന്നു എന്ന് പറയുന്നത് എന്നെ ഭയപ്പെടുത്തുന്നു നമ്മുടെ നീതിപീഠത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പോലീസ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ് സർക്കാർ എന്തിനാണ് ഇത്രയും ബലം പിടിക്കുന്നത്? ദേ ഓൾറെഡി നോ. ഇപ്പൊ ഇവിടെ ഇരുന്ന് വന്ദനദാസിന്റെ പിതാവിന്റെ വക്കീൽ ഇവിടെ പറഞ്ഞ വീഴ്ചകൾ എണ്ണമിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പോലീസ് ഇതിനെ ഭയപ്പെടുന്നത്? ലെറ്റ് ദ CBI എൻക്വയർ. ആൻഡ് അനദർ തിങ്, ഈ അപ്പിയർ ചെയ്ത് അത് എനിക്കിപ്പോ ഇനി വക്കീലിനോട് ചോദിക്കണം. ഞാൻ മനസ്സിലാക്കിയത് ഹൈക്കോടതിയിൽ ചില കേസിനൊക്കെ നല്ല നെറ്റിപ്പട്ടം ചാർത്തിയ വലിയ വക്കീൽ വന്നാൽ വേറൊരു വിധിയും അല്ലെങ്കിൽ വേറൊരു വിധി എന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ വക്കീലിനോട് പറയാറുണ്ട്, നമുക്ക് ഇത്രയും സീനിയറൊക്കെ മതിയെന്നും. കോടതിക്കെതിരായിട്ടുള്ള ഒരു വിമർശനം ശ്രീ ബെന്നി ജനപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ചർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. ഏതായാലും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് വന്ദനയുടെ അച്ഛൻ. കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള, കുടുംബം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, അർഹിക്കുന്ന രീതിയിലുള്ള നീതിയാണ് വന്ദനാദാസിന്റെ കുടുംബത്തിന് ലഭിക്കേണ്ടതെന്ന് തന്നെയാണ് എല്ലാ കേരളീയനും ഓരോ മലയാളിയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നടക്കണമെന്ന് പറയുമ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പല ആരോപണങ്ങളുണ്ട്. അതേത് തലത്തിലാണ് അന്വേഷിക്കപ്പെടുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ആനന്ദ് ബ്രഹ്മാനന്ദ്, ഒപ്പം ശ്രീ KG മോഹൻദാസ്, ബെന്നി ജനപക്ഷം, അഡ്വക്കേറ്റ് വസന്തങ്കമ്പടിയിലേക്ക് രാജുവാഴക്കലേക്കും സാങ്കേതിക വിഷയങ്ങൾ കൊണ്ടാണ് വീണ്ടും കടക്കാൻ കഴിയാതിരുന്നത്, അതിൽ ഖേദിക്കുന്നു. ഒപ്പം ഡോക്ടർ സുൽഫി നുഹുവിനും നന്ദി. പൂർണ്ണമാകുന്നു അന്തിച്ചർച്ച. നമസ്കാരം. ഈ പരിപാടി ഹാജരാക്കി റിമാൻഡ് ചെയ്തു.